വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവൻ്റെ ശരീരം തുറസായ സ്ഥലത്ത് കാണപ്പെടുകയും ഘാതകൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും വന്ന് മൃതശരീരം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരം അളക്കണം. മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണി എടുപ്പിക്കുകയോ നുകം വെക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ട് വരണം. നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ തീരത്ത് ഒരിക്കലും ഉഴുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തൊടിക്കണം. നീ നിൻ്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും തൻ്റെ നാമത്തിൽ ആശ്രവദിക്കാനും തെരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുരോഹിതന്മാർ അടുത്തു വന്ന് തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ. മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്തുള്ള നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊടിച്ച പശുക്കിടാവിൻ്റെ മേൽ കൈ കഴുകണം. അനന്തരം ഇങ്ങനെ പറയട്ടെ: ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല. കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദോഷൻ്റെ രക്തം ചിന്തിയ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറുക്കണമേ. കർത്താവിന് ഇഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദോഷന് രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്ന് നീ വിമുക്തനാകും. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഏതാനും ചില ചിന്തകൾ നിരപരാധിയുടെ രക്തം ചിന്തുന്നതിന് കൊടുക്കേണ്ടി വരുന്ന വിലകളെക്കുറിച്ചാണ്. അതിന് ആരാണ് അവൻ്റെ കൊലപാതകി എന്നറിയാതിരുന്നാൽ, അറിഞ്ഞാൽ അവന് ശിക്ഷ കൊടുക്കുകയും അറിയാതെ പോവുകയാണെങ്കിൽ അവന് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന സൂചനയാണ് ഇവിടെ നൽകുക. കാരണം നമുക്ക് വേണ്ടി ബലിയായി തീർന്ന കർത്താവ് ഈ മരണപ്പെട്ട വ്യക്തിക്കും ആ മരിച്ച അയാളെ കൊന്ന കൊലയാളിക്കും വേണ്ടി അവർക്കൊക്കെ കൂടി വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ ബലിയായി തീർന്നത്. ഇതറിയാവുന്നത് കൊണ്ട് ആ കൊലപാതകയ്ക്ക് വേണ്ടിയും ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള കടമ നമുക്കുണ്ടെന്നുള്ള ഒരു സൂചന നമുക്കിവിടെ നൽകപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിക്രമങ്ങളൊക്കെ നടക്കുമ്പം കൊലപാതകയെ തിരിച്ചറിയാമെങ്കിൽ പോലും അവനെ സംരക്ഷിച്ച് അവനെ നീതിമാനാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സ്വാധീനമുള്ളവരുടെ ഇടപെടലുകളുമൊക്കെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതിനകത്തൊക്കെ കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ദൈവം നമ്മളെ സൂചിപ്പിക്കുക. അത് ആ ദേശത്തിന് ശാപമായി തീരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുക. നമ്മളുടെ നാട്ടിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഇങ്ങനെയുള്ള ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ കാരണം ആയിത്തീരും. അതൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന മേഖലകളിൽ ചിലയിടത്തൊക്കെ അങ്ങനെ നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാകുന്ന അവസ്ഥ വരുമ്പം പുരോഹിതന്മാർ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ബന്ധിച്ച് ദുഷ്ടാരൂപിയെ ഇവിടുന്ന് അകറ്റി കഴിയുമ്പം പിന്നെ അവിടെ അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന, റോഡ് അപകടങ്ങളെക്കുറിച്ച് അതുണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മേഖലകളിൽ ക്രൈസ്തവന് ചെയ്യേണ്ട കുറേ ധർമ്മമുണ്ട് എന്ന ചില സൂചന നമുക്കിതിനകത്തൂടെ നൽകപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി, നമ്മൾ നിരപരാധികളെ ക്രൂശിക്കുന്ന അനേക അവസരങ്ങളുണ്ട്. അത് നമ്മളൊക്കെ ചെയ്തതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ലാതെ ഒരുത്തനെ ബലിയാടാക്കി അവനെ കുറ്റപ്പെടുത്തി അവനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന നമ്മളുടെയൊക്കെ ബലഹീനമായ സ്വഭാവങ്ങൾ, അറിയാൻ മേലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കാനും കുറ്റക്കാരനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. അവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും അവനെ വിധിക്കാനുള്ള വിധികർത്താവാകാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ ദൗത്യമാണ്. അവനത് ചെയ്യട്ടെ. നമ്മൾ മാറി നിൽക്കാനും അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളവിടെ ദൈവത്തിൻ്റെ സ്ഥാനം കയ്യിലെടുക്കാതെ ശാന്തമായി
ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രക്രിയയിൽ നിന്നൊക്കെ ജനത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ നാട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ ഉണ്ടാകാതിരിക്കാൻ മധ്യസ്ഥം വഹിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.